ഗൈസ്, നമസ്കാരം. അപ്പോൾ ഇന്ന് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് റെഡിയായി ലച്ചുവിൻ്റെ സ്കൂളിലോട്ട് പോവാണ്. അവിടെ നിന്ന് എന്തോ പ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചു. അതിൻ്റെ പേരിൽ നമ്മൾ നേരെ നാരത്തിലോട്ട് പോയി. എല്ലായിടത്തും ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനാണ്. ഫ്ലാഗൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് മൊത്തം നല്ല കളറായിട്ട് വെച്ചിട്ടുണ്ട്. ഇവരുടെ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നല്ല പച്ചപ്പും മരങ്ങളും പ്രകൃതി രമണീയതയാണ്. ഇവിടെ ഇപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങളാണ് ഏറ്റവും ആദ്യം അവിടെ എത്തിയത്. ആരും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം നമ്മൾ നേരെ സ്കൂളിലോട്ട് പോകാൻ തീരുമാനിച്ചു. അവിടെ എല്ലാം നേരത്തെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ റെഡി ആയിട്ട് പ്രോഗ്രാം എപ്പോൾ തുടങ്ങുമെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നമ്മളെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചീഫ് ഗസ്റ്റ് എത്തി. ഒസ്മാനെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു ഗസ്റ്റ്. പിള്ളേരെല്ലാം കൂടെ ഗസ്റ്റിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ട് നൊസ്റ്റാൾജി അടിച്ചു. മോർണിംഗ് അസംബ്ലിക്ക് ഓടുന്നതും ഓരോരോ പ്രോഗ്രാമിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതും ഹൗസ് വൈസ് ഡിവിഷനും കുഞ്ഞു പിള്ളേരെ നേരെ നടത്തുന്നതും ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ടൈമാണ് ഓർമ്മ വന്നത്. എല്ലാം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രിൻസിപ്പലും ചീഫ് ഗസ്റ്റും എല്ലാവരും ചേർന്ന് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ചെയ്തു. നാഷണൽ ആന്തവും പാടി പരിപാടി തുടങ്ങി. പിള്ളേരൊക്കെ എന്ത് ഡിസിപ്ലിനായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊന്നും ഇത്രയും ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ ഓരോ ക്യാരക്ടേഴ്സായിട്ട് ഒരുങ്ങിയിരിക്കുന്ന പിള്ളേരെ നോക്കി നടക്കുമായിരുന്നു. ഭാരത് മാതയും പട്ടാളക്കാരും ഇന്ദിരാഗാന്ധിയും ഫ്രീഡം ഫൈറ്റേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു പോലീസുകാർ എന്നെ ഒന്ന് നോക്കി പേടിപ്പിച്ചു. ഞാൻ പിന്നെ അങ്ങ് പോയി. ഈ റാണി ലക്ഷ്മിബായിയുടെ പുറകെ ഞാൻ കുറേ നടന്നു. ആ വാളൊന്ന് കാണിക്കുമെന്ന് ചോദിച്ചു. പുള്ളിക്കാരിക്ക് തീരെ മൈൻഡില്ലായിരുന്നു. ഇതെല്ലാം നോക്കി കറങ്ങി നടന്നപ്പോഴത്തേക്ക് ലച്ചുവിനെ സ്റ്റേജിൽ വിളിച്ചു. അങ്ങനെ അവൾ ക്യാഷ് പ്രൈസും വാങ്ങിച്ചു. ഞങ്ങൾ ആ പ്രൈസും വാങ്ങിച്ചുകൊണ്ട് നേരെ വിട്ടു. ലച്ചു പതുക്കെ അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഒരു സെൽഫി എടുത്ത് കാറെ കയറി പോകാനൊരുങ്ങി. അങ്ങനെ ഭാരതീയ വിദ്യാഭവൻസിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. സെക്യൂരിറ്റി ചേട്ടനോട് ടാറ്റ ഗുഡ് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഗായ്സ്.